സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. കരിപ്പൂർ വിമാനത്താവളത്തിൽ വാഹന പാർക്കിംഗ് ഫീസിൽ ഇളവുകൾ വരുത്തി നിരക്ക് പരിഷ്കരിച്ചു. ടാക്സി വാഹനങ്ങൾക്ക് യാത്രക്കാരെ കൊണ്ടുപോകുന്നതിന് മുൻപുണ്ടായിരുന്ന 283 രൂപ നൽകണമെന്നത് 100 രൂപയാക്കി കുറച്ചു. 13 മിനിറ്റിനകം വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങിയില്ലെങ്കിൽ പാർക്കിംഗ് ഫീസ് നൽകണമെന്ന വ്യവസ്ഥയും ഒഴിവാക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലെ ഗതാഗതക്കുരുക്ക് മൂലവും മറ്റും 13 മിനിറ്റിനുള്ളിൽ പലപ്പോഴും പുറത്തിറങ്ങാനാകുന്നില്ലെന്നും അത് പാർക്കിംഗ് ഫീസ് നൽകാൻ കാരണമാകുന്നതായും വ്യാപക പരാതി ഉയർന്നിരുന്നു. യാത്രക്കാരും പാർക്കിംഗ് ഫീസ് പിരിക്കുന്നവരും തമ്മിലുള്ള തർക്കത്തിനും ഇത് കാരണമായി. പുതിയ ഉത്തരവനുസരിച്ച് ഇത്തരത്തിൽ ഫീസ് ഈടാക്കില്ല. എന്നാൽ 13 മിനിറ്റിനു ശേഷം പാർക്കിംഗ് ഏരിയകളിൽ അല്ലാതെ വാഹനം പാർക്ക് ചെയ്താൽ 500 രൂപ പിഴ ഈടാക്കും. ഇളവുകൾ യാത്രക്കാർക്ക് ആശ്വാസകരമാണെന്നും അതേസമയം പിഴ ഈടാക്കൽ യാത്രക്കാരെ ചൂഷണം ചെയ്യുന്ന സാഹചര്യമായി മാറരുതെന്നും കൊണ്ടോട്ടി നഗരസഭാ അധ്യക്ഷൻ UK മുഹമ്മദ് ഇശ അഭിപ്രായപ്പെട്ടു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇപ്പോൾ നല്ല ബ്ലോക്കാണ്. ആ ഗേറ്റ് കണ്ട് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെ ഗേറ്റിൻ്റെ മുമ്പിൽ എത്തുമ്പോഴത്തേക്ക് ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റ് ആകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ ആളെ ഇറക്കി പുറത്തേക്ക് പോകുന്നൊരു സമയത്ത് ആ ക്യാഷ് വാങ്ങുന്ന അവിടെ എത്തുമ്പോഴത്തേക്ക് 15-20 മിനിറ്റ് ആകുകയാണ്. അത് പൈസ ആളുകളോട് ഈടാക്കുക എന്ന് പറഞ്ഞത് വളരെ മോശകരമായ ഒരു തെറ്റായ നടപടിയാണ് എന്നുള്ളത് എല്ലാ ആളുകളും പറഞ്ഞതാണ്. അതിപ്പോൾ എടുത്തു കളഞ്ഞത് വളരെ നന്നായിട്ടുണ്ട് എന്നാണ്. നേരത്തെ അവർ ഈടാക്കിയിരുന്നത് 250 റുപ്യായിരുന്നു ഒരു ഫൈൻ ഈടാക്കിയിരുന്നത്. അതിപ്പോൾ 500 ആക്കി ഉയർത്തിയിട്ടുണ്ട്. ഒരു കാര്യം എന്താ അറിയോ, ഈ ആളുകൾക്കൊന്നും അറിയില്ല. മാത്രമല്ല, ആളെ കൂടെ വരുന്ന ആളുകളെ വേഗം ഇറക്കി വിട്ട് അവരെ കയറ്റി അയക്കുന്നൊരു സ്വഭാവത്തിലാവുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ 2, 3, 4 മിനിറ്റ് അവിടെ താമസിച്ചു എന്ന് വരും. ആ ഒരൊറ്റ കാരണത്താൽ അവരെ വണ്ടി ലോക്ക് ചെയ്ത് അവർക്ക് ഫൈൻ ഈടാക്കുക എന്ന് പറയുന്നത് അതും മാറ്റി കളയേണ്ട കാര്യമാണെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കുറച്ച് 100 രൂപ ആക്കി എന്നുള്ളത് അതും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ എയർപോർട്ട് അതോറിറ്റി അതിൽ നിന്ന് ഒരു മാറ്റം വന്ന് ജനങ്ങൾക്ക് ഉപകാര രീതിയിൽ ഇപ്പോൾ എടുത്ത നടപടി വളരെ ആശ്വാസകരമാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 13 മിനിറ്റ് എന്നുള്ളത് മാറ്റിക്കളഞ്ഞത് നല്ല തീരുമാനമാണ്. വിമാനത്താവളത്തിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിൽ നിന്ന് സമയം രേഖപ്പെടുത്തിയ സ്ലിപ്പ് യാത്രക്കാർക്ക് ലഭിക്കും. തിരിച്ചു പോകുമ്പോൾ സ്ലിപ്പ് പരിശോധിച്ച തുക ഈടാക്കുന്ന രീതി ഇനിയില്ല. എന്നാൽ സ്ലിപ്പ് സൂക്ഷിക്കണം. യാത്രക്കാരെ കൊണ്ടുപോകാൻ വരുന്ന ടാക്സി വാഹനങ്ങൾ മാത്രമാണ് 100 രൂപ നൽകേണ്ടത്. യാത്രക്കാരെ ഇറക്കാൻ വരുന്ന ടാക്സി വാഹനങ്ങൾ തുക നൽകേണ്ടതില്ല. യാത്രക്കാരുമായി എത്തുമ്പോൾ യാത്രാരേഖകൾ ജീവനക്കാരെ കാണിക്കണം. അതേസമയം യാത്രക്കാരുമായി പോകുമ്പോൾ തന്നെ 100 രൂപ എൻട്രി ഫീസ് ഈടാക്കുന്നതായി ആക്ഷേപം ഉയർന്നിട്ടുണ്ടെന്നും അത്തരം സാഹചര്യമില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണമെന്നും മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ INTUC സംസ്ഥാന സെക്രട്ടറി K. ബാലൻ ആവശ്യപ്പെട്ടു. കാലിക്കറ്റ് എയർപോർട്ട് ടെർമിനൽ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനപ്രകാരം നിലവിൽ പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കൊടുത്ത റിപ്പോർട്ട് സ്വാഗതാർഹമാണ്. പക്ഷേ നിലവിൽ അവിടെ റിപ്പോർട്ടിൽ വരുന്നതൊന്നും അവിടുത്തെ ജീവനക്കാർ, ഈ ടാക്സി ഓട്ടോ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ വാഹനം എയർപോർട്ട് അതോറിറ്റിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ 100 രൂപ കൊടുക്കാതെ അവർ എൻട്രൻസ് കട തുറക്കുന്നില്ല. അപ്പോൾ അത് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയാസമുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന 13 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാസഞ്ചറെ ഒരു ടാക്സി അവിടെ കൊണ്ടുപോയി അവരെ ലഗേജ് അവിടെ ഇറക്കി തിരിച്ചു വരുമ്പോഴേക്കും ആ ടൈം കഴിയും. അപ്പോൾ അതിലുപരി എന്ന് പറഞ്ഞാൽ അവർ മനഃപൂർവ്വം അവരെ ഫീസുകളും മറ്റുള്ള വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, ഫീസ് ഈടാക്കുന്നതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം അവിടെ വാരിക്കേട് വെച്ച് തിരിച്ച് വരുന്ന വാഹനങ്ങളെ സമയം നിശ്ചിതമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം കൂടി എയർപോർട്ട് അതോറിറ്റിൻ്റെ ഭാഗങ്ങളായിട്ട് നടക്കുന്നൊരു കാര്യങ്ങൾ കൂടിയാണ്. അതുകൂടി പരിഗണിക്കണം. അതുപോലെ ഓട്ടോ ടാക്സികൾ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വാടകയ്ക്ക് സർവീസ് നടന്ന ഓട്ടോറിക്ഷകളായാലും ടാക്സികളൊക്കെ അവരെ ഫീസ് ഇപ്പം നിലവിൽ കുറച്ചതിനേക്കാളും കൂടുതൽ ഈ സംവിധാനം നിലവിലുള്ള ചാർജ് തന്നെയാണ് ഇപ്പോൾ. കൊണ്ടോട്ടിയിൽ നിന്നും മേലങ്ങാടി വഴി കരിപ്പൂർ എയർപോർട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഒരു മിനിമം 3 കിലോമീറ്ററോളം വരും. ആ 3 കിലോമീറ്ററിന് ഇവിടെ സർക്കാർ പ്രഖ്യാപിച്ചുള്ള ചാർജ് 63 രൂപ 75 പൈസയാണ്. അപ്പോൾ അത്തരം ചെറിയ വാടകയ്ക്ക് പോകുന്ന ആ വാഹനങ്ങൾക്ക് ഈ ഒരു ചാർജ് ഒരിക്കലും അവിടെ കൊടുക്കാൻ കഴിയില്ല. കാരണം 60-70 രൂപയുടെ ഓട്ടം പോയിട്ട് 100 രൂപ അതോറിറ്റിക്ക് ഫീസ് കൊടുക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പാർക്കിംഗ് ഏരിയകളിൽ അരമണിക്കൂർ വരെ വാഹനങ്ങൾ നിർത്തിയിടുന്നതിനുള്ള നിരക്ക് ഇങ്ങനെയാണ്. എയർപോർട്ട് ടാക്സി 20 രൂപ, 7 സീറ്റ് വരെയുള്ള പ്രൈവറ്റ് കാറുകൾക്ക് 40 രൂപ, മിനി ബസ് 80 രൂപ, ടാക്സി വാഹനങ്ങൾക്ക് 100 രൂപ, ബസ്, ട്രക്ക് പോലുള്ള വാഹനങ്ങൾക്ക് 200 രൂപ. അരമണിക്കൂർ കഴിഞ്ഞാൽ നിരക്കിൽ മാറ്റം വരും. ന്യൂസ് ഡെസ്ക്, എയർ 1. Who is the most special person in your life?
നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ്? ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ. സോ ലവ് യുവർ സെൽഫ്, ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ബിക്കോസ് യു ആർ ഓൾവേസ് സ്പെഷ്യൽ. Beauty Mark Gold and Diamonds, specially for you.